വികാസത്തിന്റെ ഘട്ടവും. ഈ 3 ഘട്ടങ്ങളുണ്ട്. അപ്പൊ മനുഷ്യൻ തന്നെയും തനിക്ക് ചുറ്റിലുള്ളതിനെയും എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, അതെങ്ങനെ വളരുന്നു, അതെന്തായിത്തീരും, ഈ 3 കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹമാണ് മനുഷ്യന്റെ മനസ്സിന്റെ അടിസ്ഥാനം. ഖുർആനിൽ പ്രാർത്ഥനകൾ മുഴുവൻ ക്രമീകരിച്ചിരിക്കുന്നത് അല്ലാഹുമ്മ എന്നതിനേക്കാൾ റബ്ബന. ആദ്യ പ്രാർത്ഥനയായ ഈ പ്രാർത്ഥന മുതൽ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന സമഗ്ര പ്രാർത്ഥന വരെ നമ്മൾ പരിശോധിച്ചാൽ, കാരണം അള്ളാഹുവുമായി മനുഷ്യന് മറ്റെന്ത് വിളിക്കുന്നതിനേക്കാൾ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് വേഗം അള്ളാഹുവിൽ നിന്ന് ഉത്തരം കിട്ടാൻ അല്ലാഹുമ്മ അൻത റബ്ബി വ അന അബ്ദുക എന്ന് നിന്റെ മനസ്സിൽ യഖീൻ കൊടുത്തുകൊണ്ട് വിളിച്ചാൽ മതി, അല്ലെ പറഞ്ഞാൽ മതി. അപ്പോ മനുഷ്യൻ തന്നെയും ചുറ്റുപാടുകളെയും അതിന്റെ രഹസ്യത്തെയും വളർച്ചാരൂപങ്ങളെയും അറിയാനുള്ള ആഗ്രഹത്തിലാണ് മനുഷ്യനെ അള്ളാഹു പഠിച്ചത്. അതുകൊണ്ടാണ് അവൻ റബ്ബന എന്ന പ്രാർത്ഥനയുടെ വചനത്തെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. അതിന് ഉത്തരം കിട്ടാതാകുമ്പോഴാണ് മനുഷ്യൻ നിരാശനാകുന്നത്. ഇതിന് ഉത്തരം ലഭിക്കും എന്ന പ്രതീക്ഷയാണ് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും മനഃശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മൗലികത എന്നതാണ് സത്യം. 2 തരത്തിലുള്ള സീക്കിംഗ് റിയലിസ്റ്റിക് ടു അൺറിയലിസ്റ്റിക് സ്റ്റേജ് എന്ന തരത്തിലെ മനുഷ്യൻ ഈ മനസ്സിനെ കൊണ്ട് നടക്കുന്നു. ഒന്ന്, താൻ കാണുന്നതായ ചില സംഗതികളെ അങ്ങനെ അനുഭവിച്ചുകൊണ്ട്, പക്ഷേ താൻ കാണാത്തതായ എന്തെല്ലാമോ ഇതിന്റെ പിന്നിലുള്ളതിനെ അറിഞ്ഞുകൊണ്ട് അത് തേടാൻ ആഗ്രഹിക്കും. ഇത് പ്രകടിപ്പിക്കുന്ന ഈ മനസ്സ് അഥവാ ബുദ്ധി, അന്വേഷണത്തിന്റെ ആ കഴിവുള്ള ബുദ്ധി, ഈ ബുദ്ധിയാണ് ഹൃദയത്തിന്റെ അടിസ്ഥാന ഗുണം. ബുദ്ധി മസ്തിഷ്കത്തിലാണ് എന്ന ഭാഗികമായ സിദ്ധാന്തത്തെ സ്വീകരിച്ചതിലൂടെയാണ് വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടതിന്റെ ഒരു വലിയ കാരണം അതാണ്. അഥവാ പാശ്ചാത്യവും അല്ലാത്തതുമായ വൈദ്യങ്ങൾ. കാരണം സപ്ലയറെ കാണുന്നു, അല്ലെങ്കിൽ മണി ഓർഡർ കൊണ്ടുതരുന്ന പോസ്റ്റ്മാനെ കണ്ട് അയാളാണ് പൈസ തരുന്നത് എന്ന് കരുതുന്നത് പോലെ, പകരം അയക്കുന്ന ഭർത്താവിനെ മറന്നു പോകുന്നത് പോലെ, ബുദ്ധി രൂപപ്പെടുത്തി അതിനെ പാകപ്പെടുത്തി മസ്തിഷ്കത്തിലേക്ക് കൊടുക്കുന്ന ഹൃദയത്തെ കാണുന്നില്ല. അതിലും അപ്പുറം ഹൃദയത്തിന്റെ സംവിധായകനെ കാണുന്നില്ല എന്നതാണ് ഞാൻ പക്ഷേ ശാരീരിക ധർമ്മപരമായി മാത്രം സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ മസ്തിഷ്കത്തിൽ പ്രകടമായ ബുദ്ധി അഥവാ എക്സ്പ്രസീവ് ഓർഗനെ പകുതിയിൽ വെച്ച് കണ്ടു. എല്ലാം പകുതിയുടെ പ്രശ്നമാണ്. ഇനി പിന്നീട് വരുന്ന ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ബുദ്ധിയെ കുറിച്ച് പറയുന്ന ചില സംഗതികളുണ്ട്. അതിൽ ഒരിക്കൽ ഇമാം ഷാഫി റളിയല്ലാഹു പറയുന്നുണ്ട്, മറ്റ് വൈദ്യങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ, ഇസ്ലാമിക അടിസ്ഥാനത്തിൽ തന്നെ വൈദ്യങ്ങൾ സ്വീകരിക്കുക. അതിന് അദ്ദേഹം പറയുന്ന കുറെ ഉത്തരങ്ങളിൽ ഒന്ന്, ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ആരോഗ്യം മാത്രം, ആരോഗ്യം എന്തിന് എന്ന് പഠിപ്പിക്കാതെ ആരോഗ്യം പഠിപ്പിക്കുന്നത് അപകടമാണ്. 2 വാപ്പാര്, ഒരു വാപ്പ 10 രൂപ കൊടുക്കുന്നു, 8 രൂപക്ക് ഇന്ന സാധനം വാങ്ങണം, 1 രൂപ നീ സൂക്ഷിച്ചു വെച്ചോ, ബാക്കി 50 പൈസ കൊണ്ട് മിഠായി വാങ്ങിക്കോ, അതും കഴിഞ്ഞ് 50 പൈസ നിന്റെ സ്വാതന്ത്ര്യം പോലെ ചെയ്തോ. വേറൊരാൾ 10 രൂപ കൊടുക്കുന്നു, എന്തിനെന്നില്ല. ആ കുട്ടി അതുമായി ചെന്ന് തനിക്കറിയാത്ത സൈക്കിൾ വാടകയ്ക്കെടുക്കാം, മോശമായ എന്തെങ്കിലും ചെന്ന് പെടാം, എന്തുമാവാം, അപകടമാണ്. എങ്കിൽ ആരോഗ്യശാസ്ത്രം മാത്രം പഠിപ്പിക്കുകയും എന്തിന് ആരോഗ്യം എന്നത് പഠിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് അപകടമാണ്. ഈ അപകടം മാത്രമല്ല, അതിന് ബറക്കത്തില്ല. അതേസമയം അല്ലാഹുമ്മ ഹ്ദിനി വആഫിനി, ആരോഗ്യം എന്തിന് എന്നത് കൂടി പഠിപ്പിക്കുന്നു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. കാൽമുട്ട് വേദന മാറിക്കിട്ടിയാൽ ഈ കാൽമുട്ട് കൊണ്ട് എന്തു ചെയ്യും, ഇത് പ്രധാനമാണ്. അത് അറിയാത്തടത്തോളം നിൽക്കട്ടെ എന്ന് പറയുന്നൊരു സമീപനം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജയം. എങ്കിൽ മനുഷ്യൻ ബുദ്ധിയുടെ വിനിയോഗം മുതൽ അടിസ്ഥാനപരമായി വൈദ്യശാസ്ത്രങ്ങൾക്ക് പറ്റിയ അബദ്ധത്തിന് കാരണം ബുദ്ധിയുടെ കേന്ദ്രമാകുന്ന ഹൃദയത്തെ കാണാതെ പോയി എന്നതാണ്. ബുദ്ധിയുടെ പ്രകടനം നടത്തുന്ന സ്ഥലമാണ്